നമുക്ക് നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ആരാധനയുടെ നിമിഷങ്ങളെ കൊടുക്കാം. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിയുന്ന ദിവസങ്ങളാണ്, മണിക്കൂറുകളാണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അങ്ങയുടെ വലിയ കരുണ ഞങ്ങളിലേക്ക് അളവില്ലാതെ ഒഴുക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഈശോയെ, പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം അങ്ങയുടെ കരുണയാണ്. ഇന്ന് അങ്ങയുടെ കരുണയെ വാഴ്ത്തിപ്പാടുന്ന ഓരോ മക്കൾക്ക് വേണ്ടി, കരുണയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ആരാധനയിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. നമുക്ക് ത്യാഗത്തോടെ മുട്ടിന്മേലായിരിക്കാം. കരങ്ങൾ കുപ്പിപ്പിടിച്ച് പ്രാർത്ഥനാ ഗാനത്തോടെ കരുണാമയനായ ഈശോയെ, സ്നേഹമായ ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വീകരിക്കാം. യേശുനാഥാ, സ്നേഹനാഥാ, യേശുനാഥാ, സ്നേഹനാഥാ, ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, ഹൃദയം തേടിടും സ്നേഹമേ നീ, ഓ സ്നേഹമേ നീ, വാവ യേശുനാഥാ, വാവ സ്നേഹനാഥാ, വാവ യേശുനാഥാ, വാവ സ്നേഹനാഥാ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് അല്പസമയം ശാന്തമായിട്ടിരിക്കാം. കരങ്ങൾ മടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കുക. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. തമ്പുരാനെ, ഒരിക്കൽ കൂടി അങ്ങേ കാണാനും അങ്ങേ ആരാധിക്കാനും ഞങ്ങൾക്ക് അവസരം തന്നതിന് നന്ദി പറയാണ്. ഈശോ, ഞങ്ങളോടുള്ള അങ്ങയുടെ അളവില്ലാത്ത കരുണ, അളക്കാനാവാത്ത ആ വലിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാണ്. ഈശോ, ഞങ്ങൾ ഇന്ന് ആരാധന അർപ്പിക്കുന്ന ഈ സമയം, ഈ സ്ഥലം, ഈ മണിക്കൂറിനെ അങ്ങ് അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്ന് ഈ ആരാധനയിൽ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന എല്ലാ നിയോഗങ്ങളും അങ്ങ് ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ, ഞങ്ങളുടെ കണ്ണുനീരുകളെ, ഞങ്ങളുടെ സങ്കടങ്ങളെ, ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ, സ്വപ്നങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ കരുണയെ വാഴ്ത്തിപ്പാടാൻ, അങ്ങയുടെ വലിയ സ്നേഹത്തെ വാഴ്ത്തിപ്പാടാൻ, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ കർത്താവേ, എൻ്റെ മുൻപിൽ അങ്ങ് വാതിലുകൾ തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ, അങ്ങയുടെ അമ്മയായ പരിശുദ്ധ അമ്മയോട് സ്വർഗം പറഞ്ഞ ആ വാക്ക്, മറിയമേ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഈശോയെ, ഇതേ വാക്ക് മറ്റൊരു രൂപത്തിൽ ദാനിയേലിനോട് ദൂതൻ പറയുന്നത് ഞങ്ങൾ വായിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, ദൈവത്തിന് പ്രിയപ്പെട്ട മനുഷ്യ, ഭയപ്പെടേണ്ട. ഈശോയെ, ആ വാക്ക് ഞങ്ങളോട്, എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് അങ്ങ് സംസാരിക്കണമേ. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. യു ഹാവ് ഫൗണ്ട് ഫേവർ വിത്ത് ഗോഡ്. ഈശോയ്ക്ക് ഇഷ്ടമാണ്. തമ്പുരാനെ, ആ വാക്ക് എന്നോടൊന്ന് സംസാരിക്കാവോ? ഈ പാപിയോട്, ഈ സങ്കടപ്പെടുന്നവനോട്, ഈ വേദനയിലായിരിക്കുന്ന എന്നോട് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഈശോയെ ഒന്ന് പറയാമോ? കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടേ. ഇത്രയധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, എഴുന്നേറ്റ് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ഈശോ, തമ്പുരാനെ, ആ വലിയ സ്നേഹത്തിന് നന്ദി പറയാണ്. നിന്നെ അനുസരിക്കാതെ പോയിട്ടും, നിന്നെ വിശ്വസിക്കാതെ മാറി നിന്നിട്ടും
പ്രത്യാശ നഷ്ടപ്പെട്ടു പോയിട്ടും ഒരിക്കലും മറക്കാത്ത സ്നേഹത്തോടെ, ഹോസിയ 11 ഞങ്ങൾ വായിക്കുന്നത് പോലെ, എഫ്രായിം ഞാൻ നിന്നെ എങ്ങനെ മറക്കും, മനാസേ എങ്ങനെ ഞാൻ മറക്കും, നിന്നെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റുമോ എന്ന് ചോദിച്ച ആ വാക്ക്, എന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത, തിരിച്ചു വരാൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ ഈശോ, ആ വലിയ സ്നേഹത്തിന്, ആ വലിയ കരുതലിന് ഈശോയെ ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഈശോ, നീ പാപിയായിരുന്നാലും നീ രോഗിയായി ഇരുന്നാലും ആശ്വാസമായി നിനക്കെന്നും മകനെ ഞാനുണ്ട് നിന്നോടു കൂടെ. ആശ്വാസമായി നിനക്കെന്നും മകളെ ഞാനുണ്ട് നിന്നോടു കൂടെ. കരയരുതേ നീ കരയരുതേ എൻ മകനെ നീ കരയരുതേ. കരയരുതേ നീ കരയരുതേ എൻ മകളെ നീ കരയരുതേ. 7ാമത്തെ ദിവസം ഈ കരുണയുടെ ആരാധനയിൽ, കരുണയുടെ നൊവേനയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഈശോ ഫൗസ്തീനാമ്മയോട് 1224 ഖണ്ഡികയിൽ ആ ഡയറിയിൽ പറയുന്നൊരു കാര്യം, എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണക്കടലിൽ അവരെ മുക്കിയെടുക്കുക. എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം എൻ്റെ കൂടെ നിൽക്കുകയും അത് ഗ്രഹിക്കുകയും ചെയ്തവരാണവർ. ദയാപൂർണമായ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണിവർ. ഈ ലോക ജീവിതത്തിന് ശേഷം സവിശേഷമായൊരു ശോഭയോടെ അവർ പ്രകാശിതരാകും. നരകത്തിയിൽ അവരാരും നിബന്ധിക്കില്ല. മരണസമയത്ത് അവർ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ സംരക്ഷിക്കും. നമ്മൾ ഇന്നത്തെ നിയോഗം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ഒരു വിഷയത്തിലാണ്. ദൈവത്തിൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ദിവ്യകാരുണ്യ ഭക്തർക്ക് വേണ്ടി ഈശോയുടെ ചൈതന്യം ആഴത്തിൽ ഗ്രഹിച്ച് സ്വന്തമാക്കി നിത്യജീവനിൽ അവർ മഹിമയോടെ പ്രവേശിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഏറ്റവും കരുണയുള്ള ഈശോയെ, അങ്ങയുടെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ. അങ്ങയുടെ കരുണയുടെ ആഴത്തെ പുകഴ്ത്തുന്നവരുടെ ആത്മാക്കൾക്ക് അങ്ങയുടെ ഹൃദയത്തിൽ അഭയം നൽകണമേ. ദൈവത്തിന്റെ തന്നെ ശക്തി സ്വീകരിച്ച് ശ്രേഷ്ഠത നിറഞ്ഞവരാണ് ആത്മാക്കൾ. ദുഃഖങ്ങളുടെ നടുവിലും അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ച് അവർ മുന്നോട്ട് പോകുന്നു. ഈശോയുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ഈ ആത്മാക്കൾ മാനവലോകത്തെ മുഴുവൻ തങ്ങളുടെ മധ്യസ്ഥം വഴിയായി തോളുകളിൽ സംവഹിക്കുന്നു. ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല. ഈ ജീവിതത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അങ്ങയുടെ കരുണ അവരെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുമല്ലോ. നിത്യനായ പിതാവേ, ഈശോയുടെ കരുണയുള്ള ഹൃദയത്തിലെ അംഗങ്ങളിൽ അങ്ങയുടെ ദയാദൃഷ്ടി അങ്ങ് പതിക്കണമേ. ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ ആത്മാക്കൾ. കരുണയുടെ പ്രവൃത്തികളാൽ അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പുന്ന അവരുടെ ഹൃദയം അത്യുന്നതന്റെ കരുണയുടെ സ്തോത്രം ആലപിക്കുന്നു. അങ്ങിൽ അവർ സമർപ്പിച്ചിരിക്കുന്ന പ്രതീക്ഷയ്ക്കും ശരണത്തിനും
ശരണത്തിനും അനുസൃതമായി അവരോട് കരുണ കാണിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അളവില്ലാത്ത വലിയ കരുണയെ പുകഴ്ത്തുന്നവരെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്ന വാഗ്ദാനം അവരിൽ പൂർത്തിയാവട്ടെ. ആമേൻ. ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. ദൈവ കരുണയുടെ ലുത്തനിയ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കാം. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മറുപടിയായിട്ട് ഏറ്റു ചൊല്ലുക: ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാനാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തെക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ആശ്ലേഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നരകത്തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളും ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെയെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ മധ്യത്തിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവർത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ നമുക്കെന്നും പാടിപ്പുകഴ്ത്താം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. മുട്ടിന്മേലായിരിക്കുന്ന ഈ സമയം കർത്താവിന്റെ കരുണ നമ്മിലേക്ക് ഒരനുഗ്രഹമായി അഭിഷേകമായിട്ട് നിറയാൻ വേണ്ടി പോവുകയാണ്. കർത്താവെ, അങ്ങ് ആശീർവദിക്കുന്ന ഈ സമയം അങ്ങയുടെ കരുണ ഞങ്ങളിന്ന് പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും, ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളുടെ മേലും ഈ സമയം അങ്ങ് ചൊരിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, എങ്കിൽ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ആരാധനയിൽ ഞങ്ങളുടെ കൂടെയിരുന്ന ഈ സമയത്തിൻ്റെ ശക്തിയിൽ, അഭിഷേകത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയിലേക്ക്, ഞങ്ങളുടെ ശുശ്രൂഷയിലേക്ക്, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിലേക്കെല്ലാം പ്രവേശിക്കുകയാണ്. കർത്താവെ, അനുഗ്രഹം ഒരു വലിയ മഴ പോലെ വലിയൊരു ആശ്വാസമായി ഞങ്ങളിലേക്ക് അങ്ങ് ചൊരിയണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കരുണ, ആ കരുണ വലിയൊരു സ്നേഹമായി ഇപ്പോൾ ഈ അൾത്താരയിലുണ്ട്. എന്നും കൂടെ വസിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഈ സമയം കൂടെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുകയാണ്. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം.
ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. കരുണയുള്ള നാഥനേ, കരുണാമയ, കരുണയുള്ള നയനമോടെ എന്നെ നോക്കണേ. കരുണയുള്ള നാഥനേ, കരുണാമയ, കരുണയുള്ള നയനമോടെ എന്നെ നോക്കണേ, എന്നെ നോക്കണേ, എന്നെ നോക്കണേ.